വ്ളോഗിങ്ങിൻ്റെ കാലഘട്ടമാണല്ലോ. അപ്പം നമ്മുടെ വകയും വേണ്ടേ വ്ളോഗ്. ഇതൊരു എയർപോർട്ട് വ്ളോഗാണ് കേട്ടോ. അതായത് നമ്മുടെ കൊച്ചിൻ എയർപോർട്ടിലേക്ക് ഒരു യാത്ര. വേറൊന്നുമല്ല, നമ്മുടെ ചേച്ചി സൗദി വരെ പോവുകയാണ് ജോലിയുടെ ആവശ്യത്തിനായിട്ട്. അപ്പം നമുക്ക് പറഞ്ഞു അയച്ചു വിടാം. സത്യം പറഞ്ഞാൽ ഇടുക്കിക്കാർക്ക് ഈ എയർപോർട്ട് എന്നൊക്കെ പറയുന്നത് ഭയങ്കര വലിയൊരു കാര്യമാണ്. നമ്മൾ ഒരു എയ്റോപ്ലെയിൻ പോയി കഴിഞ്ഞാൽ ഇടുക്കിയിലുള്ളവരെല്ലാം വെളിയിലിറങ്ങി മുകളിലോട്ട് നോക്കി നിൽക്കുന്ന ഒരു സീനുണ്ടല്ലോ സിനിമയിൽ. അത് സത്യമായിട്ട് വാസ്തവമാണ് കേട്ടോ. അങ്ങനെ ഒരു കാര്യമുണ്ട്. നമുക്ക് എയ്റോപ്ലെയിന് അതേപോലെ ഹെലികോപ്റ്ററൊക്കെ വരുമ്പോൾ നമ്മളെല്ലാവരും ഇടുക്കിയിലുള്ള സകലരും ഇറങ്ങി നോക്കാറുണ്ട് മുകളിലോട്ട്. അപ്പോൾ ജീവിതത്തിലെ ഫസ്റ്റ് ടൈം നമ്മൾ എയർപോർട്ട് കാണുകയാണ്. ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഇടുക്കിക്കാരോട് ചോദിച്ചാൽ മനസ്സിലാവും. നമുക്ക് അത് കാണാനുള്ളൊരു ത്വര അത് ഭയങ്കരമായിരുന്നു. എയർപോർട്ടിൻ്റെ ഈ സൈഡിലൊക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഈ വ്യൂ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓരോരോ അറേഞ്ച്മെൻറ്റ്സ്, അവിടെ ജോലി ചെയ്യുന്ന ജോലിക്കാർ, എന്തോന്നാ ഇത്, എന്ത് രസമാണ് കാണാനായിട്ട് തന്നെ. അവർ നിൽക്കുന്നത് തന്നെ കാണാൻ തന്നെ ഭയങ്കര രസമാണ്. അതേപോലെ തന്നെ നമ്മൾ അവരെ അയക്കാൻ വേണ്ടി വന്നവരാണ്. എന്നിട്ട് പോലും നമ്മളോടൊരു റെസ്പെക്റ്റ് കാണിക്കുക എന്നുള്ളത് അത് അവർ കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നിൽക്കുന്നതാണ് ചേച്ചിയും ചേട്ടനും കൂടെ പോകുന്നതിൻ്റെ കാര്യങ്ങൾ പിന്നെ സങ്കടം ഒക്കെ പറഞ്ഞ് തീർക്കുകയാണ് രണ്ടുപേരും കൂടെ. എല്ലാവർക്കും സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. പോകുന്നത് ഇത്രയും ലോങ് ആയിട്ട് പോകുന്നത് ആദ്യമായിട്ടാണ്. അപ്പം അതേണ്ട ഒരു എയർപ്ലെയിൻ പോകുന്നു, വിമാനം. നമ്മളത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഞാനത്. അപ്പോഴാണ് അവിടെ കുറച്ച് ഇങ്ങനെ റോസപ്പൂ ഒക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്ന കണ്ട ഒരു ഗാർഡൻ സെറ്റ് ചെയ്ത് ണ്ടായിരുന്നു. അത് കാണാനും ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഈ സ്ഥലം ഏതാണെന്ന് മനസ്സിലായി കാണും. അനാർക്കലി മൂവിയിൽ ലാസ്റ്റ് പൃഥ്വിരാജിനെ കൊണ്ടുവരത്തില്ല, അത് ഇവിടുന്നാണ് കേട്ടോ എൻട്രി ചെയ്യുന്നത്. പിന്നെ ഇത് കണ്ടോ, ഒരു 3 ആന കൃത്യമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അതിൻ്റെ വേണ്ടിയൊക്കെയുള്ള ആൾക്കാർ വെഞ്ചാമരം വീശുന്നവർ എല്ലാം കൃത്യം നമുക്കൊരു മനുഷ്യനിരിക്കുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒറിജിനൽ പിന്നെ ഇവിടെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന പോലെ കുറേ കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അതും അതിൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞങ്ങൾ കണ്ട് പോവുകയാണ്. ഇങ്ങനെ കണ്ട് ചുറ്റിക്കറങ്ങുകയാണ്. നമുക്ക് ആകെ കിട്ടിയ ഒരു അവസരമല്ല, നഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ. അപ്പം ഇങ്ങനെ നോക്കി ചെന്നപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത് അവിടെ. ഒരു ബോട്ടയിൽ നല്ല രസമില്ലേ കാണാൻ. പിന്നെ ആകാശത്തൂടെ നോക്കി വല്ല എയർപ്ലെയിൻ പോകുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഞാൻ നോക്കി. ഇവിടെ നമ്മുടെ എക്സ് മിനിസ്റ്റേഴ്സ് പിന്നെ ഇപ്പോഴത്തെ മിനിസ്റ്റർ അവരുടെ എല്ലാ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 2-3 ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. പിന്നെ ദേണ്ടി പോകുന്നു നമ്മുടെ മീൻ താരം, എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ, അതിനും കണ്ടു. അപ്പം ചേച്ചിയുടെ അകത്തോട്ട് എൻട്രി ചെയ്യുകയാണ് കേട്ടോ. എല്ലാവരും നീണ്ട ഒരു കരച്ചിലിന് ശേഷം, കരച്ചിലിന് പറഞ്ഞാൽ ഒരു അരമണിക്കൂറിൻ്റെ കരച്ചിലിന് ശേഷം ചേച്ചി അകത്തോട്ട് കയറുകയാണ്. ഇനി നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ മോളിൽ പോവുകയാണ്. അവിടത്തേക്കുള്ള ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ മുകളിലോട്ട് പോവുകയാണ്. ഇത് കണ്ടോ, ഇതവിടെ ക്ലീൻ ചെയ്യുന്നതാണ്. നമ്മുടെ ഇവിടുത്തെ ജാൻ ചേച്ചി അറിയണ്ട ഇതേപോലത്തെ ഒരു യന്ത്രം ഉണ്ടെന്നുള്ള കാര്യം. അപ്പം അത് ക്ലീൻ ചെയ്യുന്നത് അതിൻ്റെ ഇടയ്ക്ക് അതും പോയി നോക്കിയെടുത്തു. അപ്പോൾ ചേച്ചി അകത്തേക്ക് പോകണം, ഞങ്ങൾക്കെല്ലാം ടാറ്റ തന്നിട്ട് പോവുകയാണ്. ഇവിടെ നമ്മുടെ ഈ സൈഡിലുള്ളവരെല്ലാം കരയാണ് കേട്ടോ. ഭയങ്കര കരച്ചിലാണ്. ചേട്ടന് സങ്കടം ഉണ്ടെങ്കിലും കരയുന്നില്ല, കൊച്ചു വരെ കരച്ചിലായിരുന്നു കേട്ടോ. എനിക്ക് സങ്കടം വന്നു. പിന്നെ നമ്മൾ അടക്കി പിടിക്കുക എന്നുള്ളതല്ലേ, നല്ലൊരു ഭാവിക്ക് വേണ്ടി പോകുന്നതല്ലേ. നമ്മൾ കരഞ്ഞ് വഷളാക്കണ്ട എന്ന് കരുതി നമ്മൾ ഉടനെ തന്നെ പാസ് എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ മുകളിലോട്ട്. ഒരാൾക്ക് 100 രൂപ എന്നുള്ള രീതിയിലായിരുന്നു. ഇതിൽ ഈ ലിഫ്റ്റിൽ കയറിയപ്പോൾ എൻ്റെ അമ്മ നന്നായിട്ട് പേടിച്ചിട്ടോ. ഇതെന്താ ഇങ്ങനെയെന്നുള്ളത് ചോദ്യം. എല്ലാവരും പേടിച്ചു പോയി. പക്ഷേ പെട്ടെന്ന് എത്തിയിട്ടോ. എന്നിട്ട് നമ്മളവിടെ ചെന്നു, ഉടനെ പാസ് എടുത്തു. 3 മണിക്കൂറായിരുന്നു നമുക്കും പാസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മളും അതിനകത്തോട്ട് എൻട്രി ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ വിമാനങ്ങളുടെ ഒരു മേളയായിരുന്നു. എത്രണ്ണോ വന്ന് ലാൻഡ് ചെയ്യുന്നു പോകുന്നു, കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. ഇത്ര അടുത്ത് കാണുക എന്ന് പറയുന്നത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത് കാണുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ഇതുണ്ട്, ഈ എയറോപ്ലെയിൻ നമുക്ക് പോകുന്നത് സൂര്യനകത്തോട്ട് പോകുന്ന പോലെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ചുമ്മാ ജസ്റ്റ് എടുത്തുകൊണ്ടിരുന്നപ്പം അതങ്ങനെ കിട്ടിയതാണ് കേട്ടോ. അപ്പം അത് ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര രസമുണ്ട്. പക്ഷേ ഇത് ലോങ് ആണ്. നമ്മുടെ അടുത്തൂടെ ഒരെണ്ണം പോയിട്ടുണ്ടായിരുന്നു, നമ്മളിപ്പോൾ ഇടിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അത് അങ്ങ് ദൂരെയാണ്, നമുക്ക് തോന്നിയതാണ് അടുത്തൂടെയാണെന്ന്. അങ്ങനെ അതും കണ്ടുകൊണ്ട് 3 മണിക്കൂർ പോയതേ അറിഞ്ഞില്ല. ഒന്നാമത് AC, അതിൻ്റെ ഇടയ്ക്ക് ഈ എയറോപ്ലെയിൻ വരുന്നു, ഒന്ന് ലാൻഡ് ചെയ്യുന്നു, ഒന്ന് മൂവ് ചെയ്യുന്നു, കുറച്ച് വണ്ടികൾ വരുന്നു, ആൾക്കാരെ ഇറക്കുന്നു, ആ വണ്ടികളിൽ ബസ് കയറ്റുന്നു,
പിന്നെ സാധനങ്ങൾ കയറ്റാൻ കുറേ അങ്ങനെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ കുറേ കാര്യങ്ങളായിട്ട് ഉണ്ടായിരുന്നു. ഞങ്ങളതെല്ലാം കണ്ട് 3 മണിക്കൂർ എങ്ങനെയാണ് പോയെന്ന് അറിയത്തില്ല. 8 മണി കഴിഞ്ഞായിരുന്നു കേട്ടോ ചേച്ചിക്ക് ചേച്ചിയുടെ പ്ലെയിൻ ഉണ്ടായിരുന്നത് കയറുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഈ വണ്ടി കണ്ടു. അപ്പോഴത്തേക്കും ഞങ്ങളുടെ വീട്ടിൽ കമൻ്റ് അടിക്കുക, ഈ വണ്ടി ഓടിക്കാൻ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ എന്ന്. ഈ പോകുന്ന ഫ്ലൈറ്റാണ് കേട്ടോ ചേച്ചിയുടെ. പോകുന്ന നോക്കിയിരുന്നപ്പോൾ എൻ്റെ അമ്മ ഒരു കമൻ്റ് അടിക്കുന്നത്, അനു പോകുന്നു എന്ന് പറഞ്ഞൊരു കമൻറ്റ്. അപ്പം ഇതോടുകൂടി എൻ്റെ വ്ളോഗിങ്ങും അവസാനിക്കുകയാണ് കേട്ടോ.